പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയതോടെയാണ് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്രമിക്കണമെന്ന് പാകിസ്ഥാന്റെ ഒരു പ്രധാന ലക്ഷ്യമായി നിൽക്കുന്നത്. കാരണം പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ മുന്നിലേക്ക് ഇന്ത്യ ആക്രമിച്ചു എന്നൊക്കെ അവകാശപ്പെട്ടുവെങ്കിലും ഇന്ത്യ ഒരു പ്രസ് ബ്രീഫ് വിളിച്ചുകൂട്ടി നമ്മൾ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് കാണിച്ചു കൊടുത്തതോടെ പാകിസ്ഥാന്റെ ആ ഒരു അവകാശവാദവും പൊളിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യയെ എന്തെങ്കിലുമൊക്കെ, അതായത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ആക്രമണം നടത്തണമെന്നൊക്കെയാണ് പാകിസ്ഥാൻ കരുതുന്നത്. എങ്കിലേ ഇന്ത്യയെ ആക്രമിച്ചു എന്ന് പാകിസ്ഥാന് വീമ്പിളക്കാനും പറ്റുകയുള്ളൂ. അതിനുവേണ്ടി പലതരത്തിലുള്ള വഴികൾ പാകിസ്ഥാൻ നോക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പാകിസ്ഥാന്റെ പദ്ധതികളെല്ലാം കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികളും ഇന്ത്യൻ സൈന്യവും തകർത്ത് കൊടുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ദേശീയവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തിയതിനും സോഷ്യൽ മീഡിയ വഴി ആളുകളെ തീവ്രവാദികളാക്കി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഗസ്വ ഇ ഹിന്ദ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് ഒരു ഭീകര ശൃംഖല സൃഷ്ടിക്കാൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി ATS പറഞ്ഞിട്ടുണ്ട്. RDX സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനും RSS നേതാക്കളെ ലക്ഷ്യമിടുന്നതിനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി യുവാക്കളെ ഓൺലൈനായി റിക്രൂട്ട് ചെയ്യുന്നതിനുമാണ് ഈ സംഘടനകൾ പ്രവർത്തിച്ചതെന്നാണ് ATS പറയുന്നത്. പളാൻ ജില്ലയിലെ സിദ്പൂർ നിവാസിയായ 22-കാരൻ ഇർഫാൻ ഖലേഖാൻ പഥാനും അതോടൊപ്പം തന്നെ കൂട്ടാളിയുമാണ് പിടിയിലായത്. ഇയാൾ തീവ്രവാദ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്താൽ സ്വാധീനിക്കപ്പെട്ടുവെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ATS ഉദ്യോഗസ്ഥർ പഥാനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി IS-മായി ബന്ധമുള്ളതും മറ്റ് തീവ്ര വ്യക്തികളുമായും ഗ്രൂപ്പുകളുമായും ബന്ധമുള്ള ആളുകളുമായി ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ പഥാൻ ജിഹാദിസ്റ്റ് പ്രചാരണം നടത്തുന്നതിലും രാജ്യത്തുടനീളം സമാന ചിന്താഗതിക്കാരായ തീവ്രവാദികളുടെ ഒരു ശൃംഖല കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിലും സജീവമായി പങ്കാളിയാണെന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇർഫാൻ നിരവധി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ അംഗമാണെന്നും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സമാന തീവ്രവാദ ആശയങ്ങൾ പങ്കിടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ ശേഖരിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി സമാന ചിന്താഗതിക്കാരായ വ്യക്തികളെ തീവ്രവാദത്തിലേക്ക് നയിക്കുകയും അണിനിരത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഇയാളുടെ പ്രാഥമിക ലക്ഷ്യം. ഇന്ത്യ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യാനും ഗസ്വ ഇ ഹിന്ദ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഭീകര ശൃംഖല സൃഷ്ടിക്കാനും പഥാനും കൂട്ടാളികളും ഗൂഢാലോചന നടത്തിയതായും ATS പറയുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മുജാഹിദീനുകളെയും റിക്രൂട്ട് ചെയ്യാനും അവർ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും RDX ബോംബുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും പരിശീലനം നൽകാനും അത്തരം പ്രവർത്തനങ്ങൾക്കായി ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്.